പ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. ഗിരീഷ് പോലീസ് കസ്റ്റഡിയിൽ. ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ചന്ദ്രമതിയുടെ വീടായ തേവക്കാട്ടേക്ക് അതിക്രമിച്ചു കയറിയാണ് ഗിരീഷ് ചന്ദ്രമതിയെ ആക്രമിച്ചത്. ഈ സമയത്ത് അവിടേക്ക് ചന്ദ്രമതിയുടെ സഹോദരൻ ത്യാഗരാജനും കൂട്ടുകാരും എത്തുകയും ഗിരീഷിനെ തടയുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു. ചന്ദ്രമതിയുടെ സഹോദരന്റെ കൂട്ടുകാരാണ് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. ചന്ദ്രമതിയെ രക്ഷിച്ച് അധ്യാപകൻ ഗിരീഷിനെ പോലീസിൽ ഏൽപ്പിച്ചു. ബലരാമനെ കൊല ചെയ്തതിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മരുമകനാണ് ഗിരീഷ്. ത്യാഗരാജൻ പുറത്തു പോകുന്ന സമയം നോക്കിയാണ് പ്രതി ഗിരീഷ് അക്രമം ആസൂത്രണം ചെയ്തത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് രജനി മോളെ 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 രജനി മോളെ എന്താ മോളെ? ഇത് അവൻ തന്നെ, ആ വൃത്തികെട്ടവൻ ത്യാഗരാജൻ. അവൻ തന്നെ അതിന്റെ പുറകില് 100% ഉറപ്പാ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ഒരു സ്ത്രീകളോടും തെറ്റായിട്ട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യാത്ത ആളാ ഗിരീഷേട്ടൻ. ഇതാ ചതിയാൻ കുടുക്കിയത് തന്നെയാ. കുടുംബത്തിലെ ഏറ്റവും മാന്യനായ ആളെ അപമാനിച്ചാലേ കുടുംബം ആകെ അങ്ങ് ഒതുങ്ങിക്കൊള്ളുന്ന ത്യാഗരാജന്റെ കണക്കൂട്ടില്. പാവം പ്രഭാന്റി തളർന്നു പോയിട്ടുണ്ടാവും. ഇല്ല, ഇനി പ്രഭകുഞ്ഞ് തളരുമെന്ന് എനിക്ക് തോന്നണില്ല. ഇങ്ങനൊരു അപമാനം താങ്ങാൻ പറ്റില്ലമ്മേ. പ്രഭാന്റിയും ദേവിയും രജനി ചേച്ചിയും എല്ലാവരും വീണു പോയിട്ടുണ്ടാവും. ആ ത്യാഗരാജന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി പോണ്ടി വരും. എന്താമ്മേ? ഒന്നുമില്ല. അല്ല, അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? ത്യാഗരാജനെ കാണാൻ പോയെന്നോ തല്ലിയെന്നൊക്കെ? ഒന്നുമില്ല, അതൊക്കെ പഴയ കാര്യങ്ങള്. വെറുതെ സ്വപ്നം കണ്ടതാ. എന്ത് സ്വപ്നം കണ്ടുന്ന്? ത്യാഗരാജൻ പ്രഭക്കുഞ്ഞിനെയും ഗിരിയും നന്ദമോനെയൊക്കെ ശല്യപ്പെടുത്തിയപ്പോ സഹിക്കാൻ പറ്റാതെ ഞങ്ങള് പോയി തല്ലിന്ന് സ്വപ്നം കണ്ടു മോളെ. അതടിപൊളി സ്വപ്നമാണല്ലോ. ഈ ഞങ്ങളെന്ന് വെച്ചാ ആരൊക്കെയാ? ഞാനും പ്രഭക്കുഞ്ഞും. സ്വപ്നമാണെങ്കിലും രസമുണ്ട്. അമ്മ പറ, അമ്മയും പ്രഭാന്റിയും കൂടി ത്യാഗരാജനെ തല്ലാൻ പോയിട്ട് ഒരു ഗുണ്ടേ ഞങ്ങക്ക് കൂട്ടിന് കിട്ടി. എന്നിട്ട് ത്യാഗരാജൻ ഞങ്ങൾ തല്ലി ചതച്ചു. എന്നിട്ട് താക്കീത് നൽകി തിരിച്ചു പോന്നു. അതോടെ ത്യാഗരാജൻ കുറച്ചൊന്ന് ഒതുങ്ങിയതാ. നടക്കാത്ത സ്വപ്നമാണെങ്കിലും ആകെ ഒരു ഓളമുണ്ട്. ഞാനും കാണും ദുഷ്ടന്മാരെ തല്ലി ചതയ്ക്കുന്ന സ്വപ്നം, നടക്കാത്ത സ്വപ്നം. നടക്കാത്ത സ്വപ്നാണോ നടത്തിയ സ്വപ്നാണോന്നൊക്കെ നീ ഒരിക്കലും അറിയും. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഗിരീഷേ, എന്താ ഗിരീഷേ, എന്താ സംഭവിച്ചത്? മാഡം, എല്ലാ ത്യാഗരാജന്റെ ചതിയാ. തേവക്കാട്ട് ചെന്ന് ചന്ദ്രമതി മേഡത്തെ കാണണമെന്ന് ഞാൻ വാശി പിടിച്ചു. ത്യാഗരാജൻ തടഞ്ഞു. മേഡത്തെ കാണാതെ ഞാൻ തിരിച്ചു പോയില്ലെന്ന് ഉറപ്പായപ്പോ ത്യാഗരാജൻ എന്നെ വീട്ടിലേക്ക് കടത്തി വിട്ടു. എന്നിട്ട് അകത്ത് കയറി ഞാൻ വീട് മുഴുവൻ അന്വേഷിച്ചു. ഒരു മുറിയിൽ ചന്ദ്രമതി മേഡത്തെ കണ്ടപ്പോ ത്യാഗരാജൻ എന്നെ കയറി പിടിച്ചു, ബഹളം വെച്ചു.
അപ്പൊ തന്നെ പോലീസിനെ വിളിക്കുകയും ചെയ്തു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മാഡം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.